حسبي ربي جل الله ما في قلبي خير الله نور محمد صلى الله لا إله حق لا إله إلا الله حسبي ربي جل الله ما في قلبي خير الله نور محمد صلى الله لا إله حق لا إله إلا الله حسبي ربي جل الله ما في قلبي خير الله نور محمد صلى الله لا إله حق لا إله ഹസ്രത്ത് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം 530 റമദാൻ 3 ക്രിസ്താബ്ദം 1136 ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ഭൂജാതനായത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 18ാം പേരമകനായ മഹാൻ പുണ്യ മദീനയിലാണ് പിറന്നു വീണത്. പൂർണ്ണ പ്രതാപത്തോടെ മദീനയിൽ രാജപദവിയിലിരിക്കുന്ന കാലത്ത് ഹിജ്റ 564 മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഫാത്തായപ്പോൾ അറേബ്യയിലെ രാജാക്കന്മാരുടെ പ്രതിനിധിയായി മരണാനന്തര ചടങ്ങുകളിൽ സംബന്ധിക്കുവാൻ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ബഗ്ദാദിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് 34 വയസ്സായിരുന്നു. അക്കാലത്ത് മുത്ത് റസൂലിന്റെ സ്വപ്ന നിർദ്ദേശപ്രകാരം 2 പ്രാവശ്യം ഇന്ത്യൻ പ്രവിശ്യയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് മഹാൻ നിയോഗിക്കപ്പെടുകയും ആദ്യം ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ എന്നീ പ്രദേശങ്ങളും തന്റെ ദൗത്യനിർവഹണത്തിനായി മഹാൻ യാത്ര ചെയ്തു. രണ്ടാമതായി തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഏർവാടി പ്രദേശത്ത് മഹാനായ ഇബ്രാഹിം ബാദുഷാ വരികയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ശത്രുവ്യൂഹത്തോട് പോരാടി വിജയിക്കുകയും 12 വർഷം രാജഭരണം നടത്തുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി മഹാനായ സുൽത്താനുൽ ആലം ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജ്റ വർഷം 595 ദുൽഖഅദ 23-ാം തീയതി, ക്രിസ്താബ്ദം 1199 സെപ്റ്റംബർ 16-ാം തീയതി വ്യാഴാഴ്ച മഹാൻ ഏർവാടിയിൽ ഷഹീദായി. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മരണപ്പെട്ടു പോയവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ അള്ളാഹുവിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നു. അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നു എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്നും മഹാനവർകൾ അധ്യാത്മഭരണം നടത്തുന്നത് ഏർവാടിയിലെത്തുന്നവർക്ക് നേരിട്ട് കാണുന്ന വിധം പുലർന്നുകൊണ്ടിരിക്കുന്നു. സയ്യിദുന സയ്യിദ് അബൂ താഹിർ ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത പുത്രൻ, അർശില സിംഹം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പുന്നാര പൗത്രൻ യുദ്ധക്കളത്തിൽ തന്റെ പൂർവികനേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല. രണാങ്കളത്തിലേക്ക് പറന്നു വീഴുന്ന ഈ സിംഹക്കുട്ടിയുടെ ഉജ്ജ്വല പോരാട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാണ്ഡ്യസൈന്യം കഴുതക്കൂട്ടങ്ങളെപ്പോലെ പിന്തിരിഞ്ഞോടി. ശത്രുവിന്റെ ഒരു പത്മവ്യൂഹത്തിനും തടുത്തു നിർത്താനാവാത്ത ആ വീരശൂര പരാക്രമിയെ സന്ധി സംഭാഷണത്തിനെന്ന വ്യാജേന ശത്രുതാവളത്തിലേക്ക് വിളിച്ചു വരുത്തി
കൊടുംവഞ്ചകരായ പാണ്ഡ്യസൈന്യം അദ്ദേഹത്തെ അമ്പെയ്തു വധിക്കുകയായിരുന്നു. 36 കൂരമ്പുകൾ തന്റെ ഇടനെഞ്ചിലേറ്റുവാങ്ങി ആ ധീരസിംഹം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബലി നൽകാൻ തീരുമാനിച്ചെങ്കിലും ഇസ്മായിലിനു പകരം ഒരാടിനെ അള്ളാഹു ബലിയായി സ്വീകരിച്ചു. പക്ഷേ നമ്മുടെ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തന്റെ പൊന്നോമന പുത്രനെ, ആ പുത്രന്റെ ശരീരവും ഉയിരും റബ്ബിന് സമർപ്പിക്കുകയായിരുന്നു. ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ ദർഗയിൽ മഹാനായ ബാദുഷാ തങ്ങളുടെ ഉമ്മ സയ്യിദത്ത് ഫാത്തിമ, മാതൃ സഹോദരപുത്രൻ സയ്യിദ് സൈനുൽ ആബിദീൻ എന്നീ 2 പേരുടെ ദർഗകൾ സ്ഥിതി ചെയ്യുന്നു. സയ്യിദത്തുന സയ്യിദ അലി ഫാത്തിമ ഉമ്മ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണി, മദീനയിലെ പ്രഭുവായ സയ്യിദ് അബുൽ ഖാസിം തങ്ങളുടെ മകളായ ഇവരെ ബാദുഷാ തങ്ങൾ തന്റെ ജീവിത സഖിയായി സ്വീകരിക്കുകയായിരുന്നു. ഹിജ്റ 555 ഈ മാതൃകാ ദമ്പതികളുടെ വിവാഹം മംഗളമായി നടന്നു. അവർക്ക് അബൂ ത്വാഹിർ, സൈനുൽ ആബിദീൻ എന്നീ 2 ആൺമക്കളെ അല്ലാഹു നൽകി. യുദ്ധക്കളത്തിൽ നമസ്കാര സമയമായാൽ യോദ്ധാക്കൾ നമസ്കരിക്കുമ്പോൾ അവർക്ക് കാവൽ നിൽക്കുന്ന പട്ടാളത്തിന്റെ സൈന്യാധിപതിയായിരുന്നു ഈ മഹദി. സന്താനഭാഗ്യമില്ലാത്ത ദമ്പതികൾ ഇവരുടെ മക്ബറയിൽ തൊട്ടിൽ കിട്ടിയാൽ സന്താനഭാഗ്യം നേടി സന്തോഷത്തോടെ മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ മക്ബറയിൽ സയ്യിദ മറിയം ബീവി റളിയല്ലാഹു അൻഹ, സയ്യിദ ഫാത്തിമ സുഹ്റ റളിയല്ലാഹു അൻഹ, ഇസ്കന്ദർ ദുൽഖർനൈനി ബാദുഷാ റളിയല്ലാഹു അൻഹു എന്നിവരുടെ മസാറുകൾ നമുക്ക് കാണാം. സയ്യിദ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു, ഡോക്ടർ ജീലാനി ഉമ്മ, മഹമൂദ ഉമ്മ, സുഹ്റ ഉമ്മ എന്നീ 4 പേർ ഈ മസാർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. സയ്യിദ റാബിയ ഉമ്മ, മഹാനായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു തങ്ങളുടെ സഹോദരി. ഇവരുടെ മകൾ സൈനബ എന്നവരെയാണ് ഇബ്രാഹിം ബാദുഷായുടെ ദത്തുപുത്രൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു എന്നവർ ഭാര്യയായി സ്വീകരിച്ചത്. ഈ ഇസ്ഹാഖ് എന്നവർ ബാദുഷായുടെ സഹോദരനായ ഇസ്മായിൽ എന്നവരുടെ മകൻ കൂടിയാണ്. ഈ മഹാന്റെ 10ാം തലമുറയിൽപ്പെട്ടവരാണ് മഹാനായ മുജാവിർ നല്ല ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു തങ്ങൾ. യാ നബിയല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് സലാമുൻ അലൈക്കും യാ നബിയല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ഹക്കീം സയ്യിദ് ജഅഫർ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, ബാദുഷാ തങ്ങളുടെ യുദ്ധക്കളത്തിലെ ചികിത്സകനായി അത്ഭുതകരമായി സേവനം ചെയ്ത ഈ മഹാൻ അസ്ഥിക്ഷതങ്ങളുടെ ചികിത്സയിൽ പ്രസിദ്ധനാണ്. ഹക്കീം മുഹമ്മദ് യൂസുഫ് റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ വൈദ്യസംഘത്തിലെ ഒരു പ്രഗത്ഭനാണ് ശാന്തശീലനായ ഈ മഹാൻ. യാ ഹബീബല്ലാഹ് സലാമുൻ അലൈക്കും യാ നബിയല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്
സയ്യിദ് ശംസുദ്ദീൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഖമറുദ്ദീൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് നൂറുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഇവർ മക്കയിലെ രാജകുമാരന്മാരും ന്യായാധിപന്മാരുമായിരുന്നു. യുദ്ധക്കളത്തിൽ വീരശൂര പരാക്രമിയായി അറിയപ്പെടുന്ന സയ്യിദ് ശംസുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന് സ്വാഹിബുസ് സൈഫ് എന്നൊരു സ്ഥാനപ്പേർ കൂടിയുണ്ട്. നേരിട്ടെതിർത്ത് തോൽപ്പിക്കാനാവാത്ത ഈ മഹാനെ അസ്ർ നമസ്കാര വേളയിൽ ശത്രുക്കൾ വധിക്കുകയായിരുന്നു. അങ്ങനെ ആ പുണ്യപുരുഷൻ സുജൂദിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് യാത്രയായി. ഏർവാടിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെ വൈപ്പാർ എന്ന പുഴയോരത്താണ് ഇദ്ദേഹം ഷഹീദായി വീണത്.